നമസ്കാരം VCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ VC മനോജ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ. വെള്ളറക്കാട് കൊല്ലൻപടിയിൽ തെരുവുനായ ശല്യം രൂക്ഷം. തെരുവുനായ കടിച്ചുകൊന്ന വയോധികയുടെ വീടിന്റെ പരിസര പ്രദേശത്താണ് തെരുവുനായകൾ വിലസുന്നത്. കഴിഞ്ഞ മാർച്ച് 12-നാണ് കൊല്ലൻപടി കിഴക്കേപുരയ്ക്കൽ കാർത്തിയാനിയെ തെരുവുനായ കടിച്ചുകൊന്നത്. അധികൃതരുടെ ഭാഗത്തു നിന്നും പ്രദേശവാസികൾക്ക് നിരവധി വാഗ്ദാനങ്ങൾ ഉണ്ടായെങ്കിലും ഒന്നും നടപ്പിലായില്ല. മുളങ്കുന്നത്തുകാവ് ഗ്രാമപഞ്ചായത്തിന്റെ ഭരണവീഴ്ചയിലും ജനവിരുദ്ധ നയങ്ങളിലും പ്രതിഷേധിച്ച് മുളങ്കുന്നത്തുകാവ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ധർണ KPCC ജനറൽ സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ സർക്കാരിന്റെ അഴിമതിയും ഭരണപരാജയങ്ങളും മറച്ചുവെക്കാനാണ് UDF സർക്കാർ അധികാരത്തിലേറി 2 മാസം തികയുന്നതിന് മുമ്പ് LDF സമരങ്ങൾ അഴിച്ചുവിട്ടിരിക്കുന്നതെന്ന് രാജേന്ദ്രൻ അരങ്ങത്ത് പറഞ്ഞു. വാണിയംകുളത്തെ തെരുവുനായ സ്വകാര്യ വ്യക്തിയുടെ 7 ആടുകളെ കടിച്ചുകൊന്നു. ചൊവ്വാഴ്ച പുലർച്ചെ 4 മണിയോടെയാണ് സംഭവം. വാണിയംകുളം കോതയൂർ ചൂരക്കോട്ടിൽ അയ്യപ്പന്റെ വീട്ടിലെ ആടുകളെയാണ് കടിച്ചുകൊന്നത്. ഗർഭിണികളായ 3 വലിയ ആടുകളെയും 3 ചെറിയ ആടുകളെയും ആണ് കൂട്ടിൽ കടിച്ചുകൊന്ന നിലയിൽ കണ്ടത്. ഒരു ആട്ടിൻകുട്ടിയെ തെരുവുനായ കടിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. UDF സർക്കാരിന്റെ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി അട്ടിമറിച്ച നടപടിക്കെതിരെ പ്രതിഷേധം ഇരമ്പി. CPIM എരുമപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി ടൗണിൽ ശക്തമായ പ്രതിഷേധ പ്രകടനവും തുടർന്ന് പൊതുയോഗവും സംഘടിപ്പിച്ചു. പൊതുയോഗത്തിന്റെ ഉദ്ഘാടനം CPIM ജില്ലാ കമ്മിറ്റി അംഗം PN സുരേന്ദ്രൻ നിർവഹിച്ചു. സാധാരണക്കാരായ സ്ത്രീകളുടെ അർഹതപ്പെട്ട ആനുകൂല്യങ്ങളും ക്ഷേമ പെൻഷനുകളും തടഞ്ഞുവെക്കുന്ന ജനദ്രോഹ നയമാണ് UDF സർക്കാർ സ്വീകരിക്കുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി.